പവർ ടീമിൽ തന്നെ ആകെപ്പാടായിരിക്കും. എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ തന്നെ ജിൻഡോയും റസ്മിനും തമ്മിൽ കൂട്ടത്തല്ലാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ടാസ്ക് പറയും. അപ്പോൾ ഈ മോർണിംഗ് ടാസ്കിൽ ജിൻഡോ ഒരു കാര്യം പറയും, ഒരു കഥ ഉണ്ടാക്കി പറയണമെന്നുള്ളതായിരുന്നു ടാസ്ക്. ജിൻഡോ അതിൽ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ 4 പേര് ഒരുമിച്ച് കളിക്കാം എന്നൊരു തീരുമാനമെടുത്ത്. അപ്പോൾ ജിൻഡോയും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നോറ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റസ്മിൻ നോറ ഒക്കെ ഒരു പ്ലാൻ ഗെയിമാണ് കളിക്കുന്നത്, ജിൻഡോയെ വിളിച്ചിരുന്നു, അങ്ങനെയൊക്കെ ഒരു കഥ ജിൻഡോ പറഞ്ഞു. അത് സത്യമോ ശരിയോ നമുക്കറിയില്ല, ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും ജിൻഡോയും നോറയും തമ്മിൽ 2 വർഷം മുന്നേ ഉള്ളൊരു ഫോട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ആ ഒരു ഫോട്ടോ. ആരൊക്കെയാണ് ഒത്ത് കളിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഈ വഴക്കിനിടയിൽ നമുക്കൊരു കാര്യം അറിയാം, ജിൻഡോ ഒരു അസാധ്യ ഗെയിമറാണ്. എന്താണെന്ന് വെച്ചാൽ നോറ ഈ ഒരു കാര്യം മോർണിംഗ് ടാസ്കിൽ പറഞ്ഞപ്പോൾ തൊട്ട് നോറയ്ക്ക് ആകെപ്പാടെ ബഹളമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നോറ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജിൻഡോയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് എന്നിട്ട് ജിൻഡോ നോറയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അന്ന് ചലഞ്ച് 2-ൽ ഡാൻസ് പെർഫോമൻസ് കണ്ടപ്പോൾ ഞങ്ങൾ 2 പേർക്കാണ് സെക്കൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ 2 പേർക്ക് സെക്കൻഡ് കൊടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുക എന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരാൾക്ക് അങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം നോറ ഇവിടെ എടുത്തിടുകയാണ്. അത് കേൾക്കാൻ വേണ്ടി നോക്കിയിരുന്ന പോലെ റസ്മിൻ കയറി ഇടപെടുകയും വഴക്കുണ്ടാക്കുകയാണ്. അതായത് പവർ ടീമിൽ പവർ റൂമിൽ പറഞ്ഞൊരു കാര്യം പുറത്ത് പോയി പറഞ്ഞു, അതിന് ശിക്ഷ പണിഷ്മെൻറ്റ് എടുക്കണം എന്നും പറഞ്ഞിട്ട്, അതായത് ഫ്ലോർ ക്ലീനിങ് 2 ദിവസത്തേക്ക് തന്നെത്താനെ ജിൻഡോ ചെയ്യണം എന്ന് പറഞ്ഞ് റസ്മിൻ ഒരു നമ്മുടെ ബോഡി പോയി എഴുതി. പിന്നെ ജിൻഡോ ഇവിടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നോറയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ അവർ നോറയും റസ്മിന് പ്ലാൻ ചെയ്ത് തന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ നോറ അതെടുത്തിടുകയും റസ്മിൻ അതിനെ തുടർന്ന് കയറി വലിയ വഴക്കുണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ജിൻഡോയിലെ ഗെയിമർ പൊളിയാണെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അന്ന് അവർ തീരുമാനം എടുത്തപ്പോൾ ഞാൻ നോറയോട് മാത്രമാണ് പറഞ്ഞത്, അത് പറയുന്നത് ഇവിടെ വേറെ ആരും കേട്ടിട്ടില്ല. പക്ഷേ റസ്മിൻ അന്ന് സ്റ്റേജിൽ കയറി പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം എന്ന് ജിൻഡോയോട് പറയണം. ഇവിടെ റസ്മിൻ സ്റ്റേജിൽ വന്നിട്ട് ആദ്യം 2 ടീമിന് പൈസ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ബിഗ് ബോസ് റൂളിന് അതെതിരായതുകൊണ്ട് ഒരു ടീമിനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ടീമിന് കൊടുക്കുകയാണ് എന്ന് റസ്മിൻ വളരെ വ്യക്തമായിട്ട് സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയാണ്, ഞാൻ പറയുന്നത് നോറ മാത്രമേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോറയോട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പ്രസ്താവിക്കുകയാണ്. അത് കേട്ടത് ഇവിടെ ആരുമില്ല, പക്ഷേ നീ സ്റ്റേജിൽ നിന്നാണ് പറഞ്ഞത്, അതിവിടെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ശരിയാണ്, നമ്മളും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ശിക്ഷ നൽകുമ്പോൾ നീയും ശിക്ഷ എടുക്കണം, റസ്മിനും ശിക്ഷ കിട്ടണം. റസ്മിൻ ഫ്ലോർ ക്ലീനിങ് 2 ദിവസം ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യാം എന്ന് ഇവിടെ ജിൻഡോ പറയണം. ശരിക്കും ജിൻഡോയിലെ ഗെയിമറിനെ നമ്മൾ ഇവിടെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും ഓർമ്മയിൽ വെച്ച് ആ കാര്യം ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എടുത്തിട്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുന്നത് ജിൻഡോയിലെ ഗെയിമറിനെയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഗെയിമറാണ് നമുക്ക് വേണ്ടത്. എന്തായാലും പവർ ടീമിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും വഴക്കുകളും, ഇനി പുതിയ പവർ ടീം ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള വിശദമായ വീഡിയോയായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളുടെ സ്വന്തം പ്രീതി. ബൈ.